ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഗ്രൂം ട്യൂബിയും ഒരു ബ്രൈറ്റ് ട്യൂബിയും പിന്നെ കൂടെ ഒരു എൻഗേജ്മെൻറ്റ് കേക്കും കാണാം. ഗ്രൂം ട്യൂബിയും ബ്രൈറ്റ് ട്യൂബിയും സെയിം ഒരു കസ്റ്റമർക്ക് തന്നെയാണ്. ഒരു യെല്ലോ തീമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2 കേക്കും 1.5 കിലോൻ്റെ ഹൈറ്റ് കേക്കാണ് വേണ്ടത്. അപ്പോൾ ഈ സാധാരണയായിട്ട് നമ്മൾ 1.5 കിലോ 9 ഇഞ്ചിലാണ് ചെയ്യാറ്. അപ്പോൾ അതിന് പകരമായിട്ട് 7 ഇഞ്ചിൽ ചെയ്താൽ നമുക്കൊരു 5-6 ലെയറായിട്ട് ചെയ്ത് ഹൈറ്റ് കേക്ക് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഗ്രൂമിനുള്ള കേക്ക് ആദ്യം സെറ്റാക്കാം. ഇതിനായിട്ട് ലൈറ്റായിട്ട് യെല്ലോ കളർ കൊടുത്തിട്ട് ക്രീം ഒരു ബട്ടർ ക്രീം കളറാക്കി മാറ്റി ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ കളർ കൊടുത്ത് മുകളിലും താഴെയായിട്ടും ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. യെല്ലോ കളർ വളരെ ലൈറ്റായിട്ട്, അതായത് ഒരു ഡ്രോപ്പിനേക്കാളും കുറവായിട്ട് കൊടുത്താൽ നമുക്ക് ബട്ടർ ക്രീം കളർ റെഡിയാക്കാം. താഴെയും ഇതുപോലെയായിട്ട് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈനിന് മെയിനായിട്ട് യൂസ് ചെയ്യൽ ബോൾസ് ആണ്. കാരണം ഫ്ലവർ വെക്കുന്നത് ബ്രൈറ്റ് ട്യൂബിക്കാണ്. താഴെ കൊടുത്ത ക്രീം ഒരു സ്ക്രാപ്പ് റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കുക. മുകളിൽ ഇതുപോലെ പാലറ്റ് നൈഫ് യൂസ് ചെയ്തുകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഗോൾഡൻ ബോൾസിൻ്റെ വർക്കാണ് ചെയ്യുന്നത്. അത് നമുക്ക് എഡിബിൾ അല്ലാതെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സിമ്പിളായിട്ട് മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബോൾസും ഒരു ചെറിയൊരു ഗോൾഡൻ്റെ മീശയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഗോൾഡൻ്റെ ഗ്രൂം ട്യൂബി സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ബ്രൈറ്റ് ട്യൂബി കേക്കിൻ്റെ ഡിസൈൻ ചെയ്യാം. ഇതിനായിട്ട് ഇതേപോലെ തന്നെ യെല്ലോ കളർ മുകളിലും പിന്നെ താഴെ കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ സെൻറ്ററിലും കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിൽ കൊടുത്ത് യെല്ലോ കളർ ഇതുപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്തെടുക്കുക. ഓവർ പ്രസ് ചെയ്യാൻ പാടില്ല. മുകളിൽ പാലറ്റ് നൈഫ് യൂസ് ചെയ്തുകൊണ്ട് റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് യെല്ലോ കളർ ഫ്ലവറും കുറച്ച് ബേബി ബേർത്തിൻ്റെ ഫ്ലവറുമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും മാരേജിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് രണ്ടും യെല്ലോ തീം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഫൈനലായിട്ട് ബ്രൈറ്റ് ട്യൂബി സ്റ്റിക്കും കുറച്ച് ബീഡ്സിൻ്റെ വർക്കും ഗോൾഡൻ ബീഡ്സിൻ്റെ വർക്കും ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്ന വേറൊരു ഓർഡറാണ്. ഇതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനുള്ള ഓർഡറായിരുന്നു. അത് ഫ്ലവർ വെച്ച് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇതൊരു 1 kg മാംഗോ കേക്കാണ് കേട്ടോ. മാംഗോ കേക്ക് സെറ്റാക്കുന്നത് ഞാൻ വേറെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഫൈനലായിട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നുള്ളൂ. മുകളിൽ ഇതേപോലെ തന്നെ റൗണ്ട് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. വൈറ്റും റെഡുമായിട്ടുള്ള ഫ്രഷ് ഫ്ലവറാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ഫ്ലവർ ആകുമ്പം നമ്മൾ അതിൻ്റെ തണ്ടിൻ്റെ മുകളിലായിട്ട് സെല്ലോ ടാപ്പോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തതിന് ശേഷം വേണം കേക്കിലേക്ക് വെക്കാൻ. കൂടെ ബേബി ബർത്ത് എന്ന ഫ്ലവറും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്പെല്ലിങ്, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സ്പെല്ലിങ് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല. നമ്മൾ ഓർഡർ കൊടുത്ത് ചെയ്യണം. ഇതിൻ്റെ റേറ്റും കൂടുതലാണ്. 150 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പെല്ലിങ്ങും ഇതിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. S&R എന്നുള്ളൊരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ വൈറ്റ് ബീഡ്സ് വർക്കാണ് ചെയ്തിരുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് അത്ര കാണാത്തതുപോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബീഡ്സും പിന്നീട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്